ശബരിമലയിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നതായി SITയുടെ കണ്ടെത്തൽ. ശിവ വ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു. ഞെട്ടലുളവാക്കുന്ന കൂടുതൽ വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ ഇത് സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ക്ഷേത്രക്കൊള്ള എന്ന രീതിയിലേക്ക് വികസിക്കുന്നു എന്ന് വേണം കരുതാൻ. ശബരിമലയിൽ ശിവ വ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു എന്ന നിർണായകമായ വെളിപ്പെടുത്തൽ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. നേരത്തെ പഞ്ചലോഹ വിഗ്രഹങ്ങളും കടത്തിയെന്ന വെളിപ്പെടുത്തലുണ്ടായിരുന്നു, ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ SIT അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ. കൂടുതൽ സ്വർണം മറ്റിടങ്ങളിലെയും എന്ന് വെച്ചാൽ ശിവ വ്യാളി രൂപങ്ങളിലെയും പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചു എന്ന അതിനിർണായകമായ വിവരങ്ങൾ. സിജോ വി ജോൺ, സിജോ, ഈ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വരുന്നത് എവിടെ നിന്നാണ്? SIT എവിടെയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ കൊള്ള എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ നഷ്ടമായിട്ടുണ്ട്? ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി കൂടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. നേരത്തെ ദ്വാരപാലക ശില്പവും കട്ടിളപ്പാളിയും കൊണ്ടുപോയി അത് ഉരുക്കി അതിൽ നിന്നുള്ള സ്വർണം തട്ടിയെടുത്തു എന്നുള്ളത് മാത്രമാണ് വിവരം വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം പ്രതികൾക്കായിട്ടുള്ള നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് ഈ നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതിലെ ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണം കവർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും പ്രതികൾ കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. ആകെ 7 പാളികളിൽ നിന്ന് സ്വർണം കവർന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. സ്വർണം പതിച്ച 2 ചെമ്പ് പാളികളും കട്ടിളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പ് പാളികളും ശ്രീകോവിലിലെ ആ കാര്യങ്ങൾ, അങ്ങനെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള വിവരങ്ങളാണ് അതിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ഇടങ്ങളിലോട്ട് അത് പോയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയും ചെയ്യുള്ളൂ. എന്തായാലും നിസാര സ്വർണ്ണ കവർച്ചയല്ല നടന്നിരിക്കുന്നത്. ഇത്രയും നാൾ കണ്ടിരുന്നതിനേക്കാൾ അതിനപ്പുറത്തേക്ക് ഇതിന്റെ വ്യാപ്തി പോകുന്നു, കൂടുതൽ വന്നിരിക്കുന്നു. ശബരിമല ഇപ്പോ വിമർശനങ്ങൾക്ക് ഇപ്പോ പറയാറുണ്ട്, ഇത് ശബരിമലയിൽ നിന്ന് അയ്യപ്പന്റെ അല്ലെങ്കിൽ അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി എന്നുള്ള തരത്തിലേക്കൊക്കെ വിമർശനങ്ങൾ പറയാറുണ്ടായിരുന്നു. അങ്ങനെ തരത്തിലേക്ക് ഇത് പോകുന്നു. ഇത് ശബരിമലയിൽ നിന്ന് കട്ടിളപ്പാളികൾ മാത്രമല്ല, ദ്വാരപാലക ശില്പം മാത്രമല്ല കൊണ്ടുപോയിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും ഇത് ഇപ്പോഴുള്ള അറസ്റ്റിലായിട്ടുള്ള ആളുകളുടെ പ്രതികളിൽ മാത്രം നിൽക്കുമോ അതോ അതിനപ്പുറത്തേക്ക് കൂടുതൽ അറസ്റ്റ് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇനി കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. എന്തായാലും ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ്. കൂടുതൽ സ്വർണം ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ SIT തന്നെ വ്യക്തമാക്കുന്നത്. ഇത് സൂചനകളോ മറ്റു വിവരങ്ങളോ സൂചനകൾ എന്നതിനപ്പുറത്തേക്ക് SITയുടെ കണ്ടെത്തലാണ്. പ്രതികൾക്കായിട്ടുള്ള സമർപ്പിച്ചിരിക്കുന്ന കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതൊരു ആരോപണമല്ല, മറിച്ച് പ്രതികൾക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷയിൽ SIT തന്നെ സ്ഥിരീകരിച്ച വിവരങ്ങളാണ്. എന്ന് വെച്ചാൽ ശബരിമലയിൽ നടന്നത് കേവലം സ്വർണ്ണക്കൊള്ളയല്ല. നേരത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ അവിടെ നടന്നിരിക്കുന്നത് ഒരു അമ്പലക്കൊള്ളയാണ്, ക്ഷേത്രക്കൊള്ള തന്നെയാണ്. അത്രയും വ്യാപ്തിയുള്ള കൊള്ളയാണ് ശബരിമലയിൽ നടന്നത് എന്ന് സ്ഥിരീകരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ്. SIT നൽകിയ കസ്റ്റഡി അപേക്ഷയിലാണ് ഈ വിവരങ്ങളുള്ളത്. ശിവ വ്യാളി രൂപങ്ങളിലെ കൂടുതൽ പാളികളിലെ സ്വർണം അവിടെ നിന്ന് കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതുവരെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണമാണ് കവർന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ശിവ വ്യാളി രൂപങ്ങളിലെ സ്വർണവും കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 7ഓളം പാളികളിലെ വിവിധങ്ങളായ 7ഓളം പാളികളിൽ നിന്ന് സ്വർണം നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷയിൽ SIT മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കസ്റ്റഡി അപേക്ഷയ്ക്കുള്ള ഈ കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ഞെട്ടലും നടുക്കവും ബാക്കിയാക്കുന്ന വിവരങ്ങളാണ് ഉള്ളത്. എന്തായാലും SITയുടെ അന്വേഷണം വലിയ തരത്തിലേക്ക് പോകുന്നതിനിടെ, നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ ഈ കൊള്ളയ്ക്ക് പിറകിൽ വലിയ സംഘങ്ങളുണ്ടോ എന്ന സംശയം, ആ സംശയത്തിന് ആക്കം കൂടുകയാണ്. എന്ന് വെച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ ചിത്രത്തിലുള്ള ഭണ്ഡാരിയും ബെല്ലാരിയിലെ ഗോവർദ്ധനും മാത്രം അടങ്ങുന്ന ചെറിയൊരു സംഘത്തിന് കഴിയുന്ന കൊള്ളയാണോ ഇത് നടന്നതോ നേരത്തെ സംശയിക്കപ്പെടുന്നത് പോലെ അന്താരാഷ്ട്ര
വിഗ്രഹക്കടത്ത് സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടോ? കുറെ കൂടി വ്യാപ്തിയുള്ള ഒരു കൊള്ളയാണോ അവിടെ നടന്നത്?